എയ്പിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ പേ നമ്മൾ മാക്സിമം ആളുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ അയക്കുന്ന പൈസയുടെ ആയാലും ഇങ്ങോട്ട് വരുന്ന പൈസയുടെ ആയാലും എല്ലാം ഡീറ്റെയിൽ ഇതേമാതിരി അതിൻ്റെ ഹിസ്റ്ററിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നമ്മൾ ആരും കാണരുതെന്ന് വിചാരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ ശ്രമിച്ച് പരാജയപ്പെട്ടവർ പലരും കാണും അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യമേ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ പിൻ നമ്പർ ചോദിക്കുന്നുണ്ട്. ഗൂഗിൾ പിൻ നമ്പറൊക്കെ അടിച്ച് നമ്മൾ മുന്നോട്ട് പോകാം. ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾ മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും. ഇത് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾ ആർക്കൊക്കെ പൈസ അയച്ചു, നിങ്ങൾക്ക് ആരുടെയൊക്കെ പൈസ വന്നു എന്നെല്ലാം ഡീറ്റെയിൽ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. പണ്ടൊക്കെ ഗൂഗിൾ പേ റിവാർഡായിട്ട് 25-50 രൂപ തരാറുണ്ടായിരുന്നു. ഇപ്പോഴോ അത് 3 രൂപയിലെത്തി. ഇവിടെ ആയിട്ട് 2 പ്രാവശ്യം ഓരോ രൂപ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവിടെ എനിക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് 2 പ്രാവശ്യം ഇവിടെ നമുക്ക് ഓരോ രൂപ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിലൊന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ബാക്ക് ബട്ടനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് പോവുകയാണ്. ഇനി നമുക്കത് താഴോട്ട് സ്വൈപ്പ് ചെയ്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി ഓപ്പൺ ആയ പേജ് നിങ്ങൾ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ താഴെയായിട്ട് സെറ്റിംഗ്സ് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ സെറ്റിംഗ്സ് ആണ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് കാണാൻ സാധിക്കും. നമുക്കപ്പോൾ ഇനി ഓപ്പൺ ചെയ്യേണ്ടത് ഇവിടെ ടച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇനി ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾ കണ്ടിന്യൂവിൽ ടച്ച് ചെയ്യുക. കണ്ടിന്യൂവിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആവശ്യപ്പെടും. നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഏതാണോ ഡിലീറ്റ് ചെയ്ത് മാറ്റേണ്ടത് അത് ഈസി ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. വൈഫിന്റെ അക്കൗണ്ടിൽ നിന്ന് ഓരോ രൂപ വെച്ച് 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നത്. അപ്പം നമ്മൾ ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഇവിടെ വേറൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്ന ഓക്കെയിൽ ടച്ച് ചെയ്താൽ മതി, അത് ഡിലീറ്റ് ആയിക്കോളും. അപ്പം നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഡിലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയുടെ ഹിസ്റ്ററി തന്നെ ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ബാക്ക് ബട്ടണെ പ്രസ് ചെയ്ത് ഗൂഗിൾ പേയുടെ ഹിസ്റ്ററിയിലേക്ക് പോകാം. വീണ്ടും നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ 1 രൂപയുടെ ഒറ്റ പ്രാവശ്യം ഇവിടെ പേയ്മെന്റ് നടന്നതായിട്ട് കാണിക്കുന്നുള്ളൂ. 2 പ്രാവശ്യം ഉള്ളതിൽ ഒന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത്. അത് കാരണമാണ് 1 കാണാതിരിക്കുന്നത്. ഇങ്ങനെ ഹിസ്റ്ററിയിലുള്ള ഏതും നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.